കോർപ്പറേറ്റ് ലോകത്ത് മാത്രമല്ല രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്ന വൻകിട IT കമ്പനിയിൽ നിന്ന് പുറത്തുവന്ന പരാതികൾ. ലൈംഗിക പീഡനം, നിർബന്ധിത മതപരിവർത്തന ശ്രമം തുടങ്ങിയ പരാതികളിൽ ടീം ലീഡർ അടക്കം 7 ജീവനക്കാരാണ് നിലവിൽ അറസ്റ്റിലായത്. ഒരു മാസത്തിലധികം നീണ്ട പരീക്ഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതികളെ കുടുക്കിയത്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ TCS BPO ക്യാമ്പസിൽ 2022 മുതൽ 2026 വരെ നീണ്ടുനിന്ന ക്രൂരതകളാണ് ഇപ്പോൾ ചുരുളഴിയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി സഹപ്രവർത്തകൻ പീഡിപ്പിച്ചതായി ഒരു യുവതി പരാതിപ്പെട്ടതോടെയാണ് പീഡന വിവരം പുറം ലോകം അറിഞ്ഞത്. പിന്നാലെ 8 വനിതാ ജീവനക്കാർ കൂടി പരാതിയുമായി മുന്നോട്ട് വന്നു. ഇതിനോടകം 9 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക, അശ്ലീല ചുവയോടെ സംസാരിക്കുക, മതപരമായ വിദ്വേഷം പടർത്തുക തുടങ്ങിയ അതീവ ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നാസിക് പോലീസ് രൂപീകരിച്ച പ്രത്യേക സംഘം നടത്തിയ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത്. 4 വനിതാ കോൺസ്റ്റബിൾമാർ വീട്ടുജോലിക്കാരായും ശുചീകരണ തൊഴിലാളികളായും വേഷം മാറി 40 ദിവസത്തോളം BPO ക്യാമ്പസിനുള്ളിൽ രഹസ്യമായി ജോലി ചെയ്ത് നടത്തിയ അന്വേഷണം എത്തിച്ചേർന്നത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലേക്കാണ്. പുതുതായി ജോലിയിൽ പ്രവേശിച്ചവർ ട്രെയിനിംഗ് വേളയിൽ മതപരമായ അധിക്ഷേപം നേരിട്ടതായും പോലീസ് പറയുന്നു. ഇരയാക്കേണ്ട വ്യക്തികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രതികൾ പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് മലേഷ്യ ബന്ധമുള്ള ഇമ്രാൻ എന്നു പേരുള്ള ഒരാളെക്കുറിച്ചും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 6 ടീം ലീഡർമാരും HR മാനേജർ നിദാ ഖാനും ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെയാണ് നിലവിൽ ജീവനക്കാർ മൊഴി നൽകിയിട്ടുള്ളത്. പീഡന വിവരങ്ങൾ ഇമെയിൽ വഴിയും നേരിട്ടും പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാതിരുന്ന HR മാനേജർ ഒളിവിലാണ്. ആരോപണ വിധേയരായ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത കമ്പനി ലൈംഗികാതിക്രമ പരാതികളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും വ്യക്തമാക്കി. സംഭവത്തിന് പിന്നിൽ വലിയ ശൃംഖല പ്രവർത്തിക്കുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.